ഇനി നമുക്ക് വരുന്ന മറ്റൊരു ടാബാണ് ഇവിടെ ഇൻസെർട്ട് എന്ന് പറയുന്നു. അതായത് നമുക്ക് പേജിലേക്ക് അല്ലെങ്കിൽ ഫയലിലേക്ക് നമുക്ക് പിക്ചേഴ്സ് ഇൻസെർട്ട് ചെയ്യുക, ടേബിൾസ്, അല്ലെങ്കിൽ സ്മാർട്ട് ആർട്ട്, ഹെഡർ ആൻഡ് ഫൂട്ടേഴ്സ്, വേർഡ് ആർട്ട് എന്നിവയെല്ലാം തന്നെ നമുക്ക് കമന്റുകൾ, വീഡിയോസ് എല്ലാം തന്നെ നമുക്ക് പേജിലേക്ക് ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് നമുക്ക് കോമൺ ആയിട്ട് ഇൻസെർട്ട് എന്ന് പറയുന്ന ഒരു ടാബിലേക്കാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാവുന്നതാണ്. നമുക്കിവിടെ ഒരു ടേബിൾ ഇൻസെർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഇൻസെർട്ട് എന്ന് പറയുന്ന ടാബിൽ ടേബിൾ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. നമുക്ക് ടേബിൾ ഗ്രേറ്റ് വേ ടു ഓർഗനൈസ് ഇൻഫർമേഷൻ വിത്തിൻ യുവർ ഡോക്യുമെന്റ്. നമ്മൾ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻസെർട്ട് ടേബിൾ എന്ന് പറയുന്ന ഒരു പോപ്പ് ഡൗൺ വിൻഡോ വരുന്നതാണ്. ഇതിനകത്ത് നമുക്ക് ഇവിടെയാണ് നമ്മൾ സെലക്ഷൻ വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ മൗസ് പോയിന്റർ ഇത് മീതെ കൊണ്ടുവരുമ്പോൾ തന്നെ ഒരു റോ നമുക്കിവിടെ ഇൻസെർട്ട് ആവുന്നത് കാണാൻ സാധിക്കുന്നതാണ്. വീണ്ടും നമ്മൾ അടുത്ത കോളത്തിലേക്ക് മാറ്റുമ്പോൾ അത് 2 കോളമുള്ള ഒരു റോയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് മാറ്റി ആവശ്യാനുസരണം കോളങ്ങൾ ഡിസൈഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഒരു റോയും നമുക്ക് 10 കോളവുമാണ് വന്നിരിക്കുന്നത്. നമ്മൾ വീണ്ടും അടുത്ത ലൈനിലേക്ക് മാറുമ്പോൾ അത് 2 റോയും 10 കോളവുമായിട്ട് മാറുന്നു. ഇങ്ങനെ നമുക്ക് ആവശ്യാനുസരണം കോളംസ് ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഇത് പേജിലേക്ക് ഇൻസെർഷൻ ആവുന്നത്. ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. നമുക്കിവിടെ 10 കോളവും അതുപോലെ 8 റോയുമുള്ള ഒരു ടേബിളാണ് നമുക്കിവിടെ ഇൻസെർഷൻ ആയിരിക്കുന്നത്. ഇവിടെ ടേബിൾ ഇൻസെർഷൻ ആകുമ്പോൾ തന്നെ നമുക്കിവിടെ ടേബിൾ ടൂൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ടാബ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അത് 2 ഡിവിഷനാണ് ഉള്ളത്, ഡിസൈനും ലേഔട്ടും. നമുക്ക് ഇവിടെ ഇതിന്റെ ഡിസൈൻ കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ അത് ഓൾട്രേഷൻ വരുത്താൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അതിന്റെ ലേഔട്ടിൽ നമുക്ക് ചേഞ്ചസ് എല്ലാം വരുത്താൻ സാധിക്കുന്നു. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഡിസൈനിൽ വന്നതിന് ശേഷം നമുക്കിവിടെ ടേബിൾ ഡിഫറൻറ്റ് ലേഔട്ടിലുള്ള ടേബിളുകൾ നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ എല്ലാം പ്ലെയിൻ ടേബിൾസ് ആണ് ഇപ്പോൾ കിടക്കുന്നത്. അതിന്റെ റോസും അതുപോലെ അതിനകത്ത് കോളംസും ചില ലൈനിലെല്ലാം വ്യത്യാസം വരുന്നുണ്ട്. അതിന്റെ ഫിൽ കളറിൽ ചേഞ്ച് വരുന്നു, അതുപോലെ അതിന്റെ സ്റ്റൈലിൽ മാറ്റം വരുന്നു. ഇങ്ങനെയുള്ള നമുക്ക് ടേബിൾ സ്റ്റൈലുകൾ ഇവിടെ നിന്നും ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വീണ്ടും ഇവിടെ അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള പല ഗ്രിഡ് ടേബിൾസ്, അതുപോലെ പ്ലെയിൻ ടേബിൾസ് എന്നിങ്ങനെയുള്ള ടേബിളുകളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഗ്രീൻ ടോണിലുള്ള ടേബിളുകൾ, ഇതെല്ലാം ആവശ്യാനുസരണം നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നു. ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ടേബിൾ ഈ ഒരു കളർ ഫോമിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ഒരു സ്റ്റൈലിലേക്ക് ഇത് മാറിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് ഫസ്റ്റ് കോളത്തിൽ ഫസ്റ്റ് റോയിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇവിടെ കഴ്സർ ബ്ലിങ്ക് ചെയ്യുന്നത് കണ്ടാൽ മനസ്സിലാകും. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടേക്കായിരിക്കും ഇത് ഇൻസെർഷൻ ആവുന്നത്. നമുക്ക് ആവശ്യാനുസരണം കണ്ടന്റുകൾ ഇതിനകത്തേക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ SL നമ്പർ. നമുക്ക് വീണ്ടും അടുത്ത കോളത്തിലേക്ക്, അല്ലെങ്കിൽ അടുത്ത സെല്ല്, നമ്മൾ ഇതിനെ ഒരു സെല്ല് എന്നാണ് പറയുന്നത്. ഇവിടെ നിന്നും അടുത്ത സെല്ലിലേക്ക് പോകണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് മൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് അടുത്ത സെല്ലിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ നമുക്കിവിടെ കീബോർഡിൽ റൈറ്റ് ആരോ കീ പ്രസ് ചെയ്യണമെങ്കിൽ ഓരോ സെല്ലിലേക്കും ഇത് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ കീബോർഡിൽ തന്നെ നമുക്ക് ടാബ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടുത്ത സെല്ലുകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതുപോലെ തിരിച്ച് നമുക്ക് പ്രീവിയസ് സെല്ലിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ലെഫ്റ്റ് ആരോ ക്ലിക്ക് ചെയ്യുകയോ അതല്ലെങ്കിൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് ടാബ് കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രീവിയസ് സെല്ലിലേക്ക് വരാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഞാൻ നെയിം എന്ന് ടൈപ്പ് ചെയ്യുന്നു. വീണ്ടും അടുത്ത സെല്ലിലേക്ക് പോകണം, ടാബ് കീ പ്രസ് ചെയ്യുക. നമുക്കിവിടെ സ്റ്റുഡൻസിന് കിട്ടിയിരിക്കുന്ന മാർക്ക് ആണ് പ്രിന്റ് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ അടുത്ത സബ്ജക്റ്റ് ഇവിടെ എഴുതാണ്, ഇംഗ്ലീഷ്. വീണ്ടും ടാബ് കീ പ്രസ് ചെയ്യുന്നു. ഹിന്ദി ടാബ് കീ പ്രസ് ചെയ്യുക. മാത്തമാറ്റിക്സ്. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ കണ്ടന്റ് കൂടുതലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ആ മാറ്റർ നമ്മളുടെ കിട്ടിയിരിക്കുന്ന അതിന്റെ കോളത്തിന്റെ വിഡ്ത്ത് കുറവാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് വിഡ്ത്ത് കൂടി വരുന്നതാണ്. വീണ്ടും ഞാൻ ഇവിടെ ടാബ് കീ പ്രസ് ചെയ്യുന്നു. ഫിസിക്സ് ടാബ്, കെമിസ്ട്രി ടാബ്, ബയോളജി, പൊളിറ്റിക്സ്, ഹിസ്റ്ററി. ഇവിടെ നമ്മൾ ഇതിന്റെ കണ്ടന്റ് കൂടിയതുകൊണ്ട് ഇത് ഓട്ടോ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സീരിയൽ നമ്പർ എന്നുള്ളത് അവിടെ സ്പേസ് കുറഞ്ഞ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അതിനനുസരിച്ചിട്ട് ആ നമ്പർ എന്നുള്ളത് താഴത്തേക്ക് മുറിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് വീണ്ടും വേണമെങ്കിൽ ഇതിന്റെ വിഡ്ത്ത് കൂട്ടുവാനെല്ലാം സാധിക്കുന്നതാണ്. അതിനായിട്ട് നമ്മളിവിടെ ഈ കോളത്തിന്റെ മീതെ മൗസ് പോയിന്റർ കൊണ്ടുവരുമ്പോൾ ഈ ഐക്കൺ ഒരു ഡബിൾ ലൈൻ വിത്ത് ഡബിൾ ആരോ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ആ സമയത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വിടാതെ റൈറ്റ് സൈഡിലേക്കോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്കോ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വിഡ്ത്ത് കൂടി വരുന്നതായിട്ടും അതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റുകയാണെങ്കിൽ അത് കുറഞ്ഞു വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതുപോലെ എല്ലാ കോളവും നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മാക്സിമം ഒരു ലെവലുണ്ട്, അതിനുശേഷം നമുക്ക് ആ ഒരു മിനിമം ലെവലിലേക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കഴ്സർ ഇവിടെ ഏറ്റവും ലാസ്റ്റിലെ കോളത്തിലാണ് നിൽക്കുന്നത്. വീണ്ടും നമ്മൾ ടാബ് കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് അടുത്ത
സെല്ലിലേക്ക്, അടുത്ത റോയിലെ അടുത്ത സെല്ലിലേക്ക് വരുന്നതായിരിക്കും. ഞാനിവിടെ ടാബ് പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ 1, വീണ്ടും ടാബ് പ്രസ് ചെയ്യുമ്പോൾ അടുത്ത സെല്ലിലേക്ക് പോകുന്നു. ഇനി നമുക്കിവിടെ പേരടിക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ആദ്യത്തെ പേരടിക്കുന്നു, ആദർശ്. ഇംഗ്ലീഷിന് 58, ഹിന്ദി 80, മാത്തമാറ്റിക്സ് 81, ഫിസിക്സ് 65, കെമിസ്ട്രി 50, ബയോളജി 68, 59. വീണ്ടും ഞാൻ ടാബ് പ്രസ് ചെയ്യുകയാണ്. നമുക്ക് നെക്സ്റ്റ് റോയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ അടുത്ത ആളുടെ പേരടിക്കുന്നു, കപിൽ. മാർക്ക് 68, 79, 85, 82, 68, 90, 59, 81. വീണ്ടും ടാബ് കീ പ്രസ് ചെയ്യുന്നു, അടുത്തത് അടിക്കുക. ഇതുപോലെ നമുക്ക് എല്ലാ സ്റ്റുഡൻസിൻ്റെയും മാർക്കും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ അടുത്ത ആളുടെ പേരടിക്കുന്നു, ദിലീപ്. ടാബ് കീ പ്രസ് ചെയ്യുന്നു, അവരെ മാർക്ക് അടിക്കുക. ഇപ്പോൾ നമ്മൾ അവസാനത്തെ റോയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഒരു പേര് കൂടി അടിക്കേണ്ട ആവശ്യമാണ്. ഞാനിവിടെ ഷിബു എന്ന് അടിക്കുന്നു. അതിനുശേഷം അവരുടെ മാർക്ക് അടിക്കുക. ഇവിടെ ഇപ്പോൾ നമ്മൾ എല്ലാ സെല്ലുകളും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി ഒരു റോ കൂടി ഇവിടെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ടാബ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത റോ ഇവിടെ ആഡ് ചെയ്ത് വരുന്നതാണ്. ഇതുപോലെ നമുക്ക് ആവശ്യാനുസരണം റോസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ കോളംസ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം നമുക്ക് ഇവിടെ വഴിയെ പഠിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമേ തന്നെ എത്ര റോ വേണം എന്നുള്ളത് നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു റോ ആണെങ്കിൽ പോലും നമുക്കത് മൾട്ടിപ്പിൾ റോസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ ഇതുപോലെ സാധിക്കുന്നതാണ്. ഞാനിത് അൺഡു ചെയ്യുന്നു, കൺട്രോൾ സെറ്റ്. ഇവിടെ നമ്മൾ ഈ പേരുള്ളിടത്തെല്ലാം നമുക്ക് റെഡ് അണ്ടർലൈനിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഈ പേരെല്ലാം നമുക്ക് ഡിക്ഷണറി ഇല്ലാത്ത വാക്കുകളാണ്. ഞാനിവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ സജഷൻസ് ഉണ്ട്. ഇവിടെ ഇഗ്നോർ ചെയ്യാവുന്നതാണ്. ഞാൻ ഇഗ്നോർ ഓൾ കൊടുക്കുന്നു. വീണ്ടും റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഇഗ്നോർ ചെയ്യാവുന്നതാണ്. ഇതെല്ലാം തന്നെ ഞാൻ ഇഗ്നോർ ചെയ്യുന്നു. ഇവിടെ നമ്മൾ ടേബിൾ ടൂൾസിന്റെ ഈ ഡിസൈൻ എന്ന് പറയുന്ന ടാബിൽ നമുക്കിവിടെ ടേബിൾ സ്റ്റൈൽ ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് നമുക്കിവിടെ ഹെഡർ റോ, ഇപ്പോൾ ഹെഡർ റോ ഇവിടെ ആക്റ്റീവ് ആണ്. ഇവിടെ നമ്മളിത് ഇനാക്റ്റീവ് ആക്കുകയാണെങ്കിൽ ഈ ഹെഡർ റോ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു റോയിലെ ആ ഫിൽനെസ് മാറി ടേബിളിന്റെ മറ്റ് റോയിലുള്ള കളർ പോലെ ഒന്നര വിട്ട് ഇങ്ങനെ ഒരു കളറിലേക്ക് ഇത് മാറുന്നതാണ്. വീണ്ടും നമുക്കിത് ആക്റ്റീവ് ആക്കി വയ്ക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അതിന്റെ ഫസ്റ്റ് കോളം, ഇവിടെ ഫസ്റ്റ് കോളത്തിലും ഈ ഒരു കളർ ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മളിത് ഇവിടെ ആക്റ്റീവായി കിടക്കുന്നുണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഞാനിവിടെ ഇത് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അതിന്റെ ആ ഡിസ്പ്ലേ ഇതുപോലെ ആയി മാറിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ വീണ്ടും ഇത് ആക്റ്റീവ് ആക്കുന്നു. അതുപോലെ ടോട്ടൽ റോ ഇവിടെ ആക്റ്റീവ് ആക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും അടിയിലത്തെ അതായത് മൊത്തത്തിലുള്ള ആ റോ അവസാനത്തെ റോയിലേക്കും ആ ഒരു ചേഞ്ചസ് വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഞാനിവിടെ ഇത് ക്ലോസ് ചെയ്യുന്നു. വീണ്ടും ലാസ്റ്റ് കോളം കൊടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് കോളത്തിലും നമുക്കിത് ഫില്ല് ചെയ്ത് വരുന്നതാണ്. കൂടാതെ തന്നെ ബാൻഡഡ് റോസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങനെ ബാൻഡ് പോലെ വന്നിരിക്കുന്ന നമുക്ക് ഇനാക്റ്റീവ് ആക്കി വയ്ക്കാൻ സാധിക്കുന്നതാണ്. ഈ രീതിയിലേക്ക് നമുക്ക് ഈ ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിത് ആക്റ്റീവ് ആക്കുന്നു. അതുപോലെ ബാൻഡഡ് കോളംസ് ഉണ്ട്. നമുക്ക് കോളം ഇതുപോലെ തന്നെ നമുക്ക് ബാൻഡഡ് കോളം ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഷെയ്ഡിങ്, ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡിങ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് നമ്മളിവിടെ ഷെയ്ഡിങ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ വരിക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ നമ്മുടെ കഴ്സർ നിൽക്കുന്നത് അവിടെ ആ കളർ ചേഞ്ച് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതല്ല മൊത്തത്തിൽ നമുക്ക് റോകളോ അല്ലെങ്കിൽ കോളംസോ മുഴുവനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഷെയ്ഡിങ്സ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഈ രീതിയിലെല്ലാം നമുക്ക് ഇത് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇവിടെ ഈ ടേബിളിൻ്റെ അകത്ത് സെലക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ടേബിൾ ടൂൾസ് അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രോപ്പർട്ടീസ് ഇവിടെ ലഭിക്കുന്നത്. ഇപ്പോൾ ഞാൻ പുറത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഓപ്ഷൻ ഇവിടെ പോയിരിക്കുകയാണ്. വീണ്ടും നമ്മൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ടേബിൾ ടൂൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ വരുന്നതാണ്. അതുപോലെ ഈ ടേബിൾ ഇവിടെ പൊസിഷൻ ചെയ്തിരിക്കുന്നത് കറക്റ്റ് പേജിന് സെൻറ്ററാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ പൊസിഷൻ മുകളിലേക്കും അതുപോലെ താഴത്തേക്കും ഇറക്കി വയ്ക്കാനെല്ലാം സാധിക്കുന്നതാണ്. അതായത് ഇവിടെ ഈ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം ഇത് ഇറക്കി വയ്ക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്കിവിടെ ഒരു അഡീഷണൽ ആയിട്ട് ഒരു റോ കൂടി ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റോ ആഡ് ചെയ്ത് വരുന്നതാണ്. കൂടാതെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഈ ജോയിന്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്ലസ് സൈൻ ഇതുപോലെ വരുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ റോ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മളിവിടെ ഈ ക്ലിക്ക് ചെയ്ത് ഈ സെലക്ഷൻ കളയുക. അതിനുശേഷം നമ്മളിവിടെ ഈ കോളത്തിൻ്റെ മുകളിൽ വരുമ്പോൾ ഇവിടെയും ഒരു പ്ലസ് സൈൻ ഇതുപോലെ
പ്രത്യക്ഷപ്പെട്ടു വരുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സീരിയൽ നമ്പർ 1 എന്ന് എഴുതിയിരിക്കുന്ന കോളത്തിന് ശേഷം പുതിയൊരു കോളം ആഡ് ചെയ്ത് വരുന്നതാണ്. അതുപോലെ നമുക്ക് എവിടെയെല്ലാമാണ് കോളംസ് വേണ്ടത് അല്ലെങ്കിൽ റോസ് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇവിടെ വന്ന് ഇവിടെ സെലക്ഷൻ കളയുക. അതിനുശേഷം ഇവിടെ വന്ന് കഴിയുമ്പോൾ ഇവിടെ ഒരു പ്ലസ് സൈൻ വരുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ റോയ്ക്ക് മുകളിലായിട്ട് ഒരു റോ പുതിയതായിട്ട് വന്നിരിക്കുന്നതായി കാണാം. ഈ രീതിയിലെല്ലാം തന്നെ നമുക്ക് റോസും കോളംസും ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ രീതിയിൽ കോളംസും റോസും നമ്മൾ ആഡ് ചെയ്യുന്നതിന് പുറമെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ലേഔട്ട് എന്ന് പറയുന്ന ഈ ടാബിൽ വരിക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻസെർട്ട് എബവ് അല്ലെങ്കിൽ റോസ് ആൻഡ് കോളംസ് എന്നിരിക്കുന്ന ഈ പോർഷനിൽ ഇൻസെർട്ട് എബവ് കൊടുത്തു കഴിഞ്ഞാൽ കഴ്സർ എവിടെയാണോ നിൽക്കുന്നത് അതിന്റെ മുകളിലായിട്ട് ഒരു റോ ആഡ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഞാനിത് അൺഡു ചെയ്യുന്നു, കൺട്രോൾ സെറ്റ്. വീണ്ടും നമുക്ക് ഇൻസെർട്ട് ബിലോ ഇതാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നിൽക്കുന്ന കഴ്സറിന്റെ താഴെ നമുക്കൊരു പുതിയ റോ ഇൻസെർട്ട് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഞാൻ അൺഡു ചെയ്യുന്നു. വീണ്ടും നമുക്ക് ഇൻസെർട്ട് ലെഫ്റ്റ് ഇതാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ നിൽക്കുന്ന കോളത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ പുതിയൊരു കോളം ആഡ് ചെയ്ത് വരുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഒരു കോളം വന്നിട്ടുണ്ട്. ഞാനിത് അൺഡു ചെയ്യുന്നു. അതുപോലെ ഇൻസെർട്ട് റൈറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന കോളത്തിന്റെ റൈറ്റ് സൈഡിൽ മറ്റൊരു കോളം പുതിയതായിട്ട് ഇൻസെർട്ട് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഞാനിവിടെ ഇത് അൺഡു ചെയ്യുന്നു, കൺട്രോൾ സെറ്റ്. വീണ്ടും നമുക്ക് ഡിസൈനിലേക്ക് തന്നെ വരാവുന്നതാണ്. ഇവിടെ ഈ ബോർഡേഴ്സിൽ വരുന്ന മറ്റൊരു ഓപ്ഷനാണ് ബോർഡർ സ്റ്റൈല്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആവശ്യാനുസരണം ഉള്ള ബോർഡർ തീമുകൾ സെലക്ട് ചെയ്ത് ഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ ഡബിൾ ലൈനാണ് കിടക്കുന്നത്. നമുക്കിവിടെ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്ന ആ പോർഷനിലേക്ക് ഡബിൾ ലൈനായിട്ടുള്ള ഒരു ബോർഡർ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതിൻ്റെ കളർ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇഷ്ടമുള്ള കളർ ചേഞ്ചസ് വരുത്താൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് റെഡ് ലൈനിലുള്ള അല്ലെങ്കിൽ റെഡ് കളറിലുള്ള ലൈനായിരിക്കും അവിടേക്ക് വരുന്നത്. ആവശ്യാനുസരണം നമുക്കിതെല്ലാം വരയ്ക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് അതിൻ്റെ സ്റ്റൈൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നു. ഡോട്ടഡ് ലൈൻ വേണമെങ്കിൽ നമുക്ക് ഡോട്ടഡ് ലൈൻ വെച്ച് വരയ്ക്കാവുന്നതാണ്. സെലക്ട് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡോട്ടഡ് ലൈനിലേക്കായിരിക്കും അതിൻ്റെ ലൈൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അതുപോലെ അതിൻ്റെ തിക്നെസ് നമുക്ക് അതിൻ്റെ പോയിന്റ് വിഡ്ത്ത് ഇവിടെ കൂട്ടാൻ സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആവശ്യാനുസരണമുള്ള പോയിന്റ് വിഡ്ത്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിലുള്ള ആ തിക്നെസ്സിലുള്ള ഒരു ലൈനായിരിക്കും നമുക്ക് അവിടേക്ക് വരുന്നത്. വീണ്ടും നമ്മളിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ തീംസ് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ യെല്ലോ കളറിലുള്ള ഒരു ലൈനായിരിക്കും അവിടേക്ക് വരുന്നത്. അതിൻ്റെയും നമുക്ക് അതിൻ്റെ സ്റ്റൈല്, അതിൻ്റെ തിക്നെസ് ഇതെല്ലാം നമുക്ക് ചേഞ്ചസ് വരുത്താൻ സാധിക്കുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ബോർഡർ സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇവിടെ ഇത് ഇനാക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രഷിൻ്റെ ഓപ്ഷനിൽ നിന്നും മാറി വരുന്നതാണ്. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് വീണ്ടും ആ ടൈപ്പിംഗ് മോഡിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കഴ്സർ നിൽക്കുന്ന പോർഷനിലുള്ള ബോർഡേഴ്സ് റിമൂവ് ചെയ്യാനും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ബോട്ടം ബോർഡറാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത് നിൽക്കുന്ന കളർ അല്ലെങ്കിൽ ആ ഏത് സ്റ്റൈലുള്ള ബോർഡറാണോ നിൽക്കുന്നത് അതനുസരിച്ചിട്ട് അവിടെ ആ ബോട്ടം ഒരു ബോർഡർ വന്നിട്ടുണ്ട്. വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ടോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവിടേക്ക് ആ ടോപ്പ് ബോർഡർ അതിൻ്റെ യെല്ലോ കളറിലേക്ക് മാറുന്നതാണ്. അതായത് ഇവിടെ നമ്മളിപ്പോൾ യെല്ലോ കളറിലാണ് നിൽക്കുന്നത്. അതിൻ്റെ സ്റ്റൈല് നമ്മളിങ്ങനെ ഒരു ഡബിൾ ലൈൻ നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും ഇവിടെ ഈ ബോർഡറിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് റൈറ്റ് ബോർഡർ കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ആ ടൈപ്പിലുള്ളൊരു ബോർഡർ വന്നിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നു. വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് സൈഡാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലും ആ ഒരു സ്റ്റൈൽ മാറി നമ്മുടെ ഈ ഒരു യെല്ലോ കളറിലുള്ള ഡബിൾ ലൈൻ ബോർഡറാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് ഒന്നിൽ കൂടുതൽ സെല്ലുകൾ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻസൈഡ് ബോർഡർ എല്ലാം കൊടുക്കാൻ സാധിക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസൈഡ് ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ടൈപ്പിലുള്ള ആ ബോർഡർ സെലക്റ്റഡ് പോർഷനിലേക്ക് വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് നോ ബോർഡർ എല്ലാം കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോ ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നും ബോർഡറുകൾ അപ്രത്യക്ഷമാവുന്നത് കാണാൻ സാധിക്കുന്നതാണ്. വീണ്ടും ഞാനിവിടെ ഇത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്കിവിടെ ഡിസൈനിൽ വരിക. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഔട്ട്സൈഡ് ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് പുറത്ത്, അതായത് ഇതിൻ്റെ ഇടയിലേക്ക് ബോർഡർ വരുന്നതല്ല, ഇതിൻ്റെ പുറത്തേക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന ആ ടേബിളിന് മൊത്തത്തിൽ ഇവിടെ ഒരു ബോർഡർ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വേണമെങ്കിൽ നമ്മൾ വീണ്ടും ഇതുപോലെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ബോർഡറിൽ വരിക. ഇവിടെ ഇൻസൈഡ് ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്കും ബോർഡർ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡയഗണൽ ഡൗൺ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ നിൽക്കുന്ന സെല്ലിൻ്റെ അകത്തേക്ക് ഡയഗണൽ ഡൗൺ ആയിട്ട് നമുക്ക് ഒരു ലൈൻ വരുന്നതാണ്. അതുപോലെ വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡയഗണൽ അപ്പ് കൊടുക്കാൻ സാധിക്കുന്നു. ഈ രീതിയിലെല്ലാം തന്നെ നമുക്ക് ബോർഡേഴ്സ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഡയഗണൽ അപ്പും അതുപോലെ ഡയഗണൽ ഡൗൺ ബോർഡർ നമുക്ക് ഇനാക്റ്റീവ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇത് ആക്റ്റീവായി കിടക്കുകയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡയഗണൽ ഡൗൺ എന്നുള്ളത് പോയിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നു. വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡയഗണൽ അപ്പ് നമ്മളിവിടെ ഇനാക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടുന്നതാണ്.
അതുപോലെ ഇതിനകത്തേക്ക് നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻസ് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലൈൻ ഇതുപോലെ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഹൊറിസോണ്ടൽ ലൈൻസ് ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുക, വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരുന്നതാണ്. ഞാനിത് അൺഡു ചെയ്യുന്നു, കൺട്രോൾ ഇസെറ്റ്. ഓരോ കോളത്തിൻ്റെയും അതുപോലെ റോയുടെയും ഹൈറ്റോ അല്ലെങ്കിൽ വിഡ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ലൈനിലേക്ക് വരുമ്പോൾ മൗസ് പോയിന്റർ ബോത്ത് എൻഡ് ആരോ ആയിട്ട് മാറുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ വരുമ്പോൾ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇതിൻ്റെ വിഡ്ത്ത് കുറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഞാനിത് കൺട്രോൾ സെറ്റ് അടിച്ച് അൺഡു ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ടേബിൾ ഇൻസെർട്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് ടേബിൾ ഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻസും ഇവിടെ ഡിസൈനിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഡ്രോ ടേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മൗസ് പോയിന്റർ ഒരു പെൻസിൽ പോലെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഔട്ട് സൈഡ് ബോർഡർ വരുന്നതാണ്. ഇതിനകത്തേക്ക് നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻസ് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നമുക്ക് ആവശ്യാനുസരണം ഇതിൻ്റെ കളർ ചേഞ്ചസ് എല്ലാം വരുത്താൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഡിസൈനിൽ വന്നുകൊണ്ട് നമുക്ക് ലൈനിൻ്റെ സ്റ്റൈല് ഇവിടെ നിന്നും മാറ്റിയെടുക്കാൻ സാധിക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഞാനിവിടെ ഒരു തിക്കും ഒരു തിന്നും ലൈനായിട്ടുള്ള ഒരു സ്റ്റൈലാണ് എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിലുള്ള ഒരു ബോർഡർ ആയിരിക്കും വരുന്നത്. കൂടാതെ അതിൻ്റെ കളർ ചേഞ്ചസ് നമുക്ക് വരുത്താൻ സാധിക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഞാൻ റെഡ് കളറിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിലെല്ലാം തന്നെ വരയ്ക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ വെർട്ടിക്കലായിട്ട് നമുക്ക് ഇതിൻ്റെ കോളം സെറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഈ രീതിയിൽ വരച്ചു കൊടുക്കുക. കൂടാതെ നമുക്ക് ഇനി വരച്ചതുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും മറ്റൊരു സ്റ്റൈൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഡിസൈനിൽ വരിക, അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള സ്റ്റൈൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ ഞാനിവിടെ ഇത് സെലക്ട് ചെയ്യുന്നു. കളർ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നു. ഞാനിവിടെ ഒരു ഡാർക്ക് റെഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഇനി വീണ്ടും നമ്മൾ വരച്ചിരിക്കുന്ന അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ട് വരച്ചിരിക്കുന്ന ലൈനിൻ്റെ മീതെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ആ ലൈൻ സ്റ്റൈൽ മാറി ഇപ്പോൾ ആക്റ്റീവായി നിൽക്കുന്ന ലൈൻ സ്റ്റൈലായിരിക്കും ഇതിനകത്തേക്ക് അപ്ലൈ ആയിട്ട് വരുന്നത്. നമുക്കിതെല്ലായിടത്തേക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ എല്ലാം വരയ്ക്കുന്നു, വീണ്ടും അഡീഷണൽ ഓരോടും വരച്ചു കൊടുക്കുകയാണ്. ഈ രീതിയിൽ നമുക്ക് ഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ തരുന്നതാണ്. അതുകൂടാതെ തന്നെ നമുക്ക് ഇതിനകത്ത് ഇറേസർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഡ്രോ ടേബിളിൻ്റെ അടിയിലായിട്ട് നമുക്ക് ഇറേസർ, അതായത് നമ്മൾ ഡ്രോ ടേബിൾ എന്നൊരു ഓപ്ഷൻ എടുക്കുമ്പോൾ നേരെ ലേ ഔട്ടിലേക്കാണ് അതിൻ്റെ ഓപ്ഷൻ മാറുന്നത്. അതിനുശേഷം നമുക്കിവിടെ ഇറേസർ എന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സെല്ല് അല്ലെങ്കിൽ എന്താ പറയുക ഇതിൻ്റെ പാർട്ടീഷൻ നമുക്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ടുള്ള പാർട്ടീഷനാണ് വേണ്ടാത്തതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെയും റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ലൈനുകൾ അല്ലെങ്കിൽ ബോർഡറുകൾ നമ്മൾ ഇറേസ് ചെയ്ത് കളയുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് സെല്ലുകളോ അതല്ലെങ്കിൽ ടേബിളുകളോ റോസോ കോളംസോ എല്ലാം തന്നെ നമുക്ക് ഡിലീറ്റ് കളയാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഇത് ഇനാക്റ്റീവ് ആക്കുന്നു. അതിനുശേഷം ഞാനിവിടെ ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നമുക്ക് ഡിലീറ്റ് എന്ന് എഴുതിയിരിക്കുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അഡീഷണൽ ഓപ്ഷൻസ് കിട്ടുന്നതാണ്. ഡിലീറ്റ് സെൽസ്, ഡിലീറ്റ് കോളം, ഡിലീറ്റ് റോസ്, ഡിലീറ്റ് ടേബിൾ. നമുക്ക് എന്താണോ ഡിലീറ്റ് കളയേണ്ടത് ആ ഓപ്ഷൻ ആക്റ്റീവ് ആക്കുക. ഇപ്പോൾ സെല്ലാണ് ഡിലീറ്റ് കളയേണ്ടതെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് സെൽസ് എന്ന് പറയുന്ന ഒരു ബോക്സ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നതാണ്. ഇതിനകത്ത് ഷിഫ്റ്റ് സെൽസ് ലെഫ്റ്റ്, അതായത് നമ്മളിവിടെ ഡിലീറ്റ് ആയി പോകുന്നതോടൊപ്പം തന്നെ ഈ കിടക്കുന്ന അടുത്ത സെല്ല് ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും എന്നാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടേക്ക് ഷിഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇവിടെ എംപ്റ്റി പ്ലേസ് ആയിട്ട് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ മറ്റു ഓപ്ഷൻ ഡിലീറ്റ് കോളം, നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നിൽക്കുന്ന ആ കോളം മുഴുവനായിട്ട് നമുക്ക് ഡിലീറ്റ് ആയി പോകുന്നതാണ്. ഞാനിവിടെ സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഡിലീറ്റ് ടേബിൾ കൊടുത്തു. ആ ടേബിൾ മൊത്തം നമുക്കിവിടെ ഡിലീറ്റ് ആയി പോയിരിക്കുകയാണ്. ഇനി എനിക്കിവിടെ ഈ ഒരു കോളം നമുക്കിവിടെ ആവശ്യമില്ലാത്തതാണ്. ഇവിടെ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡിലീറ്റ് കോളം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ കോളം അവിടെ നഷ്ടപ്പെടുന്നതാണ്. അങ്ങനെ ആവശ്യമില്ലാത്ത കോളംസും റോസും അതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡിലീറ്റ് റോസ് കൊടുക്കുകയാണെങ്കിൽ ആ റോയും നമുക്ക് നഷ്ടപ്പെടുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഡിലീറ്റ് റോസ്. അതുപോലെ നമുക്ക് ഒരു സെല്ലിനെ ഡിഫറെൻറ്റ് സെല്ലുകളാക്കി അല്ലെങ്കിൽ കോളംസും റോസുമാക്കി നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് ഏത് സെല്ലാണോ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ലേഔട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കുക. ഇവിടെ സ്പ്ലിറ്റ് സെൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്പ്ലിറ്റ് സെൽസ് എന്ന് പറയുന്ന ഒരു ഡയലോഗ് ബോക്സ് കിട്ടുന്നതാണ്. ഇവിടെ നമ്പർ ഓഫ് കോളംസ്, എത്ര കോളമായിട്ടാണ് നമുക്ക് ഈ സെല്ല് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് അത് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 4 കോളമായിട്ട് കൊടുക്കുന്നു. അതുപോലെ നമ്പർ ഓഫ് റോസ്, എത്ര റോ ആയിട്ടാണ് വരേണ്ടത് എന്നുള്ളത് ഇവിടെ സെറ്റ് ചെയ്യുക. ഞാനിവിടെ ഒരു 3 റോസ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സെല്ല് ഇതുപോലെ 4 കോളവും 3 റോ ആയിട്ടും സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന സെല്ല് നമുക്ക് മെർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ സെലക്ട് ചെയ്തുകൊണ്ട് ഇത്രയും ഭാഗം നമുക്ക് ഒരൊറ്റ സെല്ലായിട്ട് മെർജ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം മെർജ് സെൽ എന്നെഴുതിയിരിക്കുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സെല്ലുകളെല്ലാം കൂടി ഒരുമിച്ച് ഒരൊറ്റ സെല്ലായിട്ട് മാറിയിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നതാണ്. ഞാനിത് മൊത്തം സെലക്ട് ചെയ്യുന്നു.
അതിനുശേഷം നമുക്ക് ഇവിടെ മെർജ് ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ നമുക്ക് ഒരു ടേബിളിനെ പല ടേബിളുകളാക്കി സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് എവിടെ വെച്ചാണോ ടേബിൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് അവിടെ മൗസ് പോയിന്റർ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സ്പ്ലിറ്റ് ടേബിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2 ടേബിളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നു. ഇതൊരു ടേബിളാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടുത്ത ടേബിളാണ്. ഇവിടെ നമ്മൾ ഈ ഒരു പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മൗസ് പോയിന്റർ വിടാതെ താഴേക്ക് വലിക്കുക. ഇപ്പോൾ ഇത് 2 ടേബിളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നു. അങ്ങനെ ആവശ്യാനുസരണം നമുക്ക് ടേബിളുകൾ സ്പ്ലിറ്റ് ചെയ്യാനും സെല്ലുകൾ സ്പ്ലിറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതുപോലെ കോളം വിഡ്ത്തും ഹൈറ്റും കൂട്ടുവാനും കുറയ്ക്കാനും നമുക്ക് ഇവിടെ മെനുവിൽ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഹൈറ്റ് കുറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഹൈറ്റ് കൂട്ടുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ വിഡ്ത്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വിഡ്ത്ത് കുറയുകയും അതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിഡ്ത്ത് കൂടുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഞാനിവിടെ അതിന്റെ ഹൈറ്റ് കുറയ്ക്കുകയാണ്. അടുത്തായി നമുക്കിവിടെ ഈ കണ്ടന്റിന് ആനുപാതികമായിട്ട് നമുക്ക് ഇതിന്റെ ടേബിളിന്റെ കോളത്തിന്റെയും റോയുടെയും വിഡ്ത്ത് നമുക്ക് ഓട്ടോ ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓട്ടോ ഫിറ്റ് കണ്ടന്റ് എന്നൊരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഇതിന് കണ്ടന്റിന് ആവശ്യമായ രീതിയിലേക്ക് അത്രയും വലിപ്പത്തിലായിരിക്കും ഓരോ സെല്ലുകളും സെറ്റ് ചെയ്ത് വരുന്നത്. ഞാനിവിടെ ഇതിന്റെ വിഡ്ത്ത് കൂട്ടിയിടുന്നു. ഇനി നമ്മളിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓട്ടോ ഫിറ്റ് കണ്ടന്റ് കൊടുക്കുകയാണെങ്കിൽ ആ കണ്ടന്റിന് ആവശ്യമായ രീതിയിലേക്കുള്ള സ്പേസ് എടുത്തുകൊണ്ട് ആ ടേബിൾ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ആവുന്നത് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇനി ഞാനിവിടെ ഇതിന്റെ 2 കോളം ഡിലീറ്റ് കളയാണ്. ഇവിടെ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് കോളം. ഈ ടേബിൾ നമുക്ക് ഓട്ടോ ഫിറ്റ് വിൻഡോ, അതായത് ഈ വിൻഡോയിലേക്ക് നമുക്ക് ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് ടേബിളിൻ്റെ അകത്ത് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓട്ടോ ഫിറ്റ് എന്ന് പറയുന്ന ഈ വിൻഡോയിൽ വരിക. ഇവിടെ ഓട്ടോ ഫിറ്റ് വിൻഡോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മാർജിൻ്റെ അകത്തേക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഫിറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒരു ടേബിളിൻ്റെ കോളത്തിൻ്റെ വീതിയും അതുപോലെ റോന്റെ ഹൈറ്റും എല്ലാം നമുക്ക് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഇതിന്റെ ഹൈറ്റ് ഇങ്ങനെ കൂട്ടി വ്യത്യാസപ്പെടുത്തിയിടുന്നു. പല രീതിയിലുള്ള അളവാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നമുക്കിതെല്ലാം ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഇത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ഡിസ്ട്രിബ്യൂട്ട് റോസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ റോയുടെ ഹൈറ്റ് എല്ലാം ഈക്വൽ ആയിട്ട് വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. വീണ്ടും ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഡിസ്ട്രിബ്യൂട്ട് കോളംസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ കോളത്തിന്റെ വിഡ്ത്തും ഈക്വൽ ആയിട്ട് വരുന്നതാണ്. അതിൽ നമുക്ക് ടെക്സ്റ്റിന്റെ ഡയറക്ഷൻ നമുക്ക് ചേഞ്ചസ് വരുത്താൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ കിടക്കുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വന്നിരിക്കുന്ന രീതിയിലാണ് കിടക്കുന്നത്. ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഡയറക്ഷൻ മുകളിൽ നിന്ന് താഴത്തേക്ക് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കുന്നു. വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് താഴത്തുനിന്ന് മുകളിലേക്ക് എഴുതിയിരിക്കുന്ന പോലെ കാണാൻ സാധിക്കുന്നു. ഈ രീതിയിലെല്ലാം തന്നെ നമുക്ക് ടെക്സ്റ്റ് ഡയറക്ഷൻ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് അലൈൻമെന്റ്, ഈ സെല്ലിൽ ആയിരിക്കുന്ന കണ്ടന്റ് ടോപ്പ് ലെഫ്റ്റ് എന്ന ഓപ്ഷനിലാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് സെന്റർ ആക്കി മാറ്റാൻ സാധിക്കുന്നു. ടോപ്പ് സെന്റർ, അതുപോലെ ടോപ്പ് റൈറ്റ്, ഇവിടെ മിഡിൽ റൈറ്റ്, മിഡിൽ സെന്റർ, മിഡിൽ ലെഫ്റ്റ്, ഈ രീതിയിലെല്ലാം തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മൊത്തം സെലക്ട് ചെയ്തുകൊണ്ട് നമ്മളിവിടെ ചേഞ്ച് വരുത്തുകയാണെങ്കിൽ അത് ആ രീതിയിലേക്ക് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതുപോലെ സെല്ലിന്റെ മാർജിൻസ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മാർജിൻ നമുക്ക് ടോപ്പിൽ നിന്ന് എത്ര മാറണം, അതുപോലെ ബോട്ടമിൽ നിന്ന് എത്ര സെറ്റ് ആവണം, അതുപോലെ ലെഫ്റ്റ് റൈറ്റ് ഇതെല്ലാം തന്നെ ഇവിടെ കിടക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് പോയിന്റ് ചേഞ്ചസ് വരുത്തുന്നു. ഇനി നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ആ സെല്ലിന്റെ ഭിത്തിയിൽ നിന്നും നിശ്ചിത അകലം കണ്ടന്റിന്റെ പൊസിഷൻ മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഞാനിവിടെ അൺഡു ചെയ്യുകയാണ്, കൺട്രോൾ സെറ്റ്. നമുക്ക് ഇവിടെ എഴുതിയിരിക്കുന്ന കണ്ടന്റുകൾ നമുക്ക് അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ആൽഫബറ്റിക് ഓർഡറിലേക്കോ ഡിസെൻഡിങ് ഓർഡറിലേക്കോ ഒക്കെ നമുക്ക് സോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് നമുക്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ സോർട്ട് എന്ന് എഴുതിയിരിക്കുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സോർട്ട് ബൈ എന്ന് പറയുന്ന ഒരു വിൻഡോ ഇവിടെ കിട്ടുന്നതാണ്. കോളം 2 ആണ് നമുക്ക് സോർട്ട് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ടൈപ്പ് ടെക്സ്റ്റ് ആണ്, അതുപോലെ നമ്പർ ആണോ ഡേറ്റ് ആണോ എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റുകളാണ്. നമുക്കിത് അസെൻഡിങ് ഓർഡറിലാണ് വേണ്ടതെങ്കിൽ ഇത് എയിൽ നിന്ന് തുടങ്ങുന്ന ലെറ്റർ ആദ്യം വരികയും ബാക്കി വരുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് വരികയും ചെയ്യുന്നതാണ്. അത് ആൽഫബറ്റിക് ഓർഡറിലേക്കായിരിക്കും സെറ്റ് ചെയ്ത് കിട്ടുന്നത്. ഞാനിവിടെ ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ എ കഴിഞ്ഞിട്ട് അടുത്ത ലെറ്റർ വരുന്നത് ഡി ആണ്. അതുപോലെ ഡി കഴിഞ്ഞ് കെ, കെ, എസ്, എസ്, ഈ രീതിയിലേക്ക് അസെൻഡിങ് ഓർഡറിലേക്ക് അല്ലെങ്കിൽ ആൽഫബറ്റിക് ഓർഡറിലേക്ക് ഇത് സോർട്ട് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ മറ്റൊരു ഓപ്ഷനാണ് നമുക്ക് കൺവേർട്ട് ടു ടെക്സ്റ്റ്. ഇതിപ്പോൾ ടേബിളായിട്ടാണ് കിടക്കുന്നത്. നമുക്കിതിനെ ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നു. അതായത് ടേബിളെല്ലാം പോയി നമുക്കൊരു ടാബിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഈക്വൽ സ്പേസ് ബേസ് ചെയ്തുകൊണ്ട് നമുക്കിതിനെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നു. അതിനു വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക. വീണ്ടും നമുക്ക് ഇവിടെ കൺവേർട്ട് ടു ടെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലൊരു ബോക്സ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നതാണ്. ഇത് നമുക്ക് ടാബ് ബേസ് ചെയ്യാൻ വരേണ്ടതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബോക്സ് പോയതിനു ശേഷം ഇവിടെ നമുക്കൊരു ലൈനൊന്നും ഇല്ലാതെ ടാബ് ബേസ് ചെയ്തുകൊണ്ട് ടെക്സ്റ്റ് കൺവേർട്ട് ചെയ്ത് വന്നിരിക്കുന്നത് കാണാൻ കഴിയുന്നതാണ്. ഞാനിവിടെ ഇത് അൺഡു ചെയ്യുന്നു.
വീണ്ടും നമുക്കിവിടെ ലേഔട്ടിൽ വരിക. ഇവിടെ റിപ്പീറ്റ് ഹെഡർ റോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഇവിടെ ഹെഡിങ്ങിൽ വന്നിരിക്കുന്ന അതേ ഫോണ്ട് അല്ലെങ്കിൽ അതേ ബോൾഡ്നെസ്സും ഫിൽനെസ്സും എല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ഓപ്ഷനാണത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്തുകൊണ്ടും അതുപോലെ അതിൻ്റെ ബോൾഡ്നെസ് എല്ലാം കൂടിയിട്ട് വന്നിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഫോർമുലാസ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഏറ്റവും അവസാനത്തെ റോയിൽ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും ടാബ് കീ പ്രസ് ചെയ്തുകൊണ്ട് നമുക്കൊരു റോ ഇവിടേക്ക് ഇൻസെർട്ട് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഇവിടേക്ക് ഇതെല്ലാം സം ചെയ്ത് വരാൻ അല്ലെങ്കിൽ കൂട്ടിയെടുക്കാനായിട്ട് ഫോർമുല അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സം എബവ് എന്ന് പറയുന്ന ഓപ്ഷൻ, അതായത് നമുക്ക് ഇവിടെ ഇതിന് മുകളിലുള്ള സംഖ്യകൾ തമ്മിലാണ് കൂട്ടേണ്ടതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമ്പർ ഫോർമാറ്റ്, നമുക്ക് ഫോർമാറ്റുകൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ രീതിയിലേക്ക് ഒരു കോമ ഇട്ടിട്ടാണോ വേണ്ടത് അല്ലെങ്കിൽ പെർസെൻറ്റേജ് വൈസ് ആണോ വേണ്ടത് എന്നുള്ളതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നു. ഞാനിവിടെ ഈ ഒരു ഫോർമാറ്റ് സെലക്ട് ചെയ്യുന്നു. അതുപോലെ പേസ്റ്റ് ഫംഗ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആൻഡ്, ആവറേജ്, കൗണ്ട് എന്നീ ഓപ്ഷൻസ് എല്ലാം ലഭിക്കുന്നതാണ്. ഞാനിവിടെ ജസ്റ്റ് ഓക്കെ കൊടുക്കുകയാണ്. ഇവിടെ ഓക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം കൂട്ടി അതിൻ്റെ സം ഇവിടേക്ക് കിട്ടുന്നതാണ്. അതുപോലെ നമുക്ക് സം കൂടാതെ തന്നെ കൗണ്ട് ചെയ്യാനും അതുപോലെ ആവറേജ് എല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും നമ്മൾ ഫോർമുലാസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ പേസ്റ്റ് ഫംഗ്ഷൻ എന്നെഴുതിയിരിക്കുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് കൗണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് സം എബവ് എന്നെഴുതിയിരിക്കുന്ന ഇത് ഞാൻ ഡിലീറ്റ് കളയാണ്. അതിനുശേഷം കൗണ്ട് നമുക്ക് മുകളിലേക്കാണോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ളതാണോ റൈറ്റ് സൈഡിലേക്കുള്ളതാണോ അല്ലെങ്കിൽ ഡൗൺ സൈഡിലേക്കുള്ളതാണോ എന്നുള്ളത് നമുക്കെല്ലാം ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമാണ്. ഞാനിവിടെ എബവ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് നമുക്ക് കൗണ്ട് ചെയ്യേണ്ടത് ഞാനിപ്പോൾ നിൽക്കുന്ന ആ സെല്ലിന് മുകളിലുള്ള സെല്ലുകളിൽ കിടക്കുന്ന കണ്ടന്റുകളാണ് കൗണ്ട് ചെയ്യേണ്ടതെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ ഇതെല്ലാം കൗണ്ട് ചെയ്ത് തരുന്നതാണ്. അതുപോലെ ആവറേജ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഫോർമുല ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ആരോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവറേജ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഇത് ഡിലീറ്റ് ചെയ്യുക. മറ്റു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഏതൊരു ഫംഗ്ഷൻ നമ്മൾ ഇൻസെർട്ട് ചെയ്യുമ്പോഴും ഇവിടേക്ക് ഇതിൻ്റെ ഈക്വൽ സൈൻ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് എബവ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന കണ്ടന്റുകളുടെ ആവറേജ് നമുക്കിവിടെ ഡിസ്പ്ലേ ആവുന്നതാണ്. സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ സെലക്ട് സെല്ലാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ആ നിൽക്കുന്ന ആ സെല്ല്, നമ്മുടെ കഴ്സർ എവിടെയാണോ നിൽക്കുന്നത് ആ സെല്ല് മൊത്തം സെലക്ഷനായിട്ട് വരുന്നതാണ്. അതെല്ലാം ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും ഇവിടെ സെലക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് കോളമാണ് കൊടുക്കുന്നതെങ്കിൽ ആ കോളം മൊത്തത്തിൽ സെലക്ഷൻ ആവുന്നതാണ്. ഞാൻ വീണ്ടും സെലക്ഷൻ കളയുന്നു. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് സെലക്ട് റോ കൊടുത്തു കഴിഞ്ഞാൽ ആ നിൽക്കുന്ന റോ മൊത്തത്തിലായിട്ട് സെലക്ഷനിലേക്ക് വരുന്നതാണ്. വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ടേബിൾ കൊടുക്കുകയാണെങ്കിൽ മൊത്തം ടേബിൾ സെലക്ട് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഞാൻ വീണ്ടും സെലക്ട് ചെയ്ത് സെലക്ഷൻ ഇവിടെ കളയുകയാണ്. അതുപോലെ നമുക്കിവിടെ ടേബിൾ പ്രോപ്പർട്ടി ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അലൈൻമെൻറ്റ് ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ് എന്നീ രീതിയിലെല്ലാം നമുക്ക് അലൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ടേബിൾ. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പേജിൻ്റെ സെൻറ്ററിലേക്ക് ഇത് മാറുന്നതാണ്. ഇതുപോലെ ഏകദേശം ഫിറ്റ് ഇൻ വിൻഡോ, അതായത് കറക്റ്റ് ഫിറ്റ് ചെയ്താണ് ഇരിക്കുന്നത്. ഞാനിവിടെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഓട്ടോ ഫിറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോ ഫിറ്റ് കണ്ടന്റ് കൊടുക്കുന്നു. എന്നാലും ഇത് കറക്റ്റ് ചെറുതായിട്ടില്ല അധികം. ഞാനിവിടെ നിന്ന് ഈ ഒരു കോളം നമുക്ക് റിമൂവ് ചെയ്ത് കളയുക. അതിനായി ഡിലീറ്റ് കോളം. ഇനി നമ്മൾ പ്രോപ്പർട്ടിയിൽ വന്നുകൊണ്ട് റൈറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് റൈറ്റ് സൈഡിലേക്ക്, പേജിൻ്റെ റൈറ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സെൻറ്റർ ആണ് കൊടുക്കുന്നതെങ്കിൽ ഇത് പേജിന് സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെയെല്ലാം ടേബിൾസ് നമുക്ക് അലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് വേർഡ് അനുവദിച്ചു തരുന്നുണ്ട്.